കെടാത്ത കനലുകൾ. ആകാശവാണി കവരത്തി. കാലത്തിന്റെ കുത്തൊഴുക്കിലും കെട്ടുപോകാതെ വരും തലമുറയ്ക്ക് വെളിച്ചം പകരുന്ന അനുഭവങ്ങളുടെ ചൂട്ടുവെളിച്ചമാണ് നമ്മുടെ കെടാത്ത കനലുകൾ എന്ന പരിപാടി. ദ്വീപിന്റെ ഇന്നലകളെ വിയർപ്പും വിവേകവും കൊണ്ട് സമ്പന്നമാക്കിയ മുതിർന്ന തലമുറയുടെ ജീവിത കാഴ്ചകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അറിവിന്റെ വെളിച്ചം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും കൽപ്പേനി ദ്വീപിന്റെ അഭിമാനമായി മാറിയ ശ്രീ AK കോയ, അദ്ദേഹം ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജർ കൂടിയാണ്. അവർകളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കേരളക്കരയിലും ഉത്തരേന്ത്യയിലുമായി വിദ്യാഭ്യാസം നേടി ദ്വീപിന് വെളിച്ചമായ അദ്ദേഹം ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത് കേവലം ഒരു പഴയകാല ഓർമ്മ മാത്രമല്ല, ഒരു വലിയ കുടുംബ സ്നേഹത്തിന്റെ കഥ കൂടിയാണ്. ഇന്നത്തെ പോലെ സുരക്ഷിതമായ കപ്പൽ യാത്രകളൊന്നുമില്ലാത്ത അക്കാലത്ത് ആടിയുലയുന്ന ദ്വീപോടങ്ങളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ പ്രയാസകരമായ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. എന്നാൽ ആ സാഹസിക യാത്രയേക്കാളേറെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നത് അന്ന് കൂടെയുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട വല്യുപ്പയോടും വല്യുമ്മയോടുമൊപ്പമുള്ള നിമിഷങ്ങളാണ്. കടലിൻ്റെ വന്യതയിലും പ്രതിസന്ധികളിലും തൻ്റെ മുതിർന്ന മാതാപിതാക്കൾ തണലായി നിന്നതും അവർ നൽകിയ കരുതലും ആ മനസ്സിൻ്റെ ആഴമേറിയ സ്നേഹവും വാത്സല്യവും ഈ യാത്രാവിവരണത്തിൽ നമുക്ക് തൊട്ടറിയാം. മാതാപിതാക്കളോടുള്ള ആദരവും സ്നേഹവും ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ ഒരു മാതൃകയാക്കാം എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൽപ്പേനിയുടെ ചരിത്രവും കടലോളം പോന്ന ആ പഴയകാല ഊടം യാത്രയുടെ അനുഭവങ്ങളും എല്ലാറ്റിനുമുപരി ഹൃദയത്തിൽ സൂക്ഷിച്ച ആ വലിയ സ്നേഹബന്ധങ്ങളുടെ ഓർമ്മച്ചെപ്പം തുറന്ന് ശ്രീ AK കോയ നമ്മളോട് സംസാരിക്കുന്നു. കാതോർക്കാം. കെടാത്ത കനലുകൾ എന്ന പരിപാടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും റേഡിയോയിൽ കേട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർക്ക് മനസ്സ് തുറക്കാനും അവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള വേദിയാണ്. സാറിന് ഇന്ന് ഹൃദയം നിറഞ്ഞ സ്വാഗതം അരുളുകയാണ് കെടാത്ത കനലുകൾ. താങ്കളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് ഞങ്ങളിന്ന് കാതോർക്കുകയാണ്. ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ AK കോയ, കൽപ്പേനി. ഞാൻ 65 SSLC പാസ്സായതാണ് കൽപ്പേനി സ്കൂളിൽ നിന്ന്. എന്നിട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഒരു ഡിഗ്രി പഠിച്ചു. ബ്രണ്ണൻ കോളേജിൽ BA പഠിച്ചു. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ MA പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസം കവരത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ അണ്ടർ ടീച്ചറായി വർക്ക് ചെയ്തു. ആ സമയത്ത് മറ്റൊരു റിട്ടൺ ടെസ്റ്റിന് അപ്പിയർ ചെയ്തു. സിൻഡിക്കേറ്റ് ബാങ്കിൽ, അന്നത്തെ സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലി കിട്ടി. ഡയറക്ടർ ഓഫീസറായിട്ടാണ് ഞാൻ കയറിയത്. അവിടെ ഏതാണ്ട് ഒരു 33 കൊല്ലത്തോളം സർവീസ് കഴിഞ്ഞ് പലയിടത്തും വർക്ക് ചെയ്തു. കണ്ണൂർ, തലശ്ശേരി, കവരത്തി, മിനിക്കോയ്, അഗത്തി, വടകര, ബീഹാറിന്റെ തലസ്ഥാനം പാറ്റ്ന, കാസർഗോഡ്, പിന്നെ മട്ടാഞ്ചേരി, കൊച്ചി, എറണാകുളം, മറൈൻ ഡ്രൈവ്. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ആയത്. അവിടെ സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസിലെ മാനേജർ ആയിരിക്കുമ്പോഴാണ് റിട്ടയർ ആയത്. ഞങ്ങൾ ആദ്യമായിട്ട് ലക്ഷദ്വീപിൽ നിന്ന് ബ്രണ്ണൻകുളയിൽ പോകുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ 4 പേര്. അതായത് ഞാനും ഒരു P സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മാഷുണ്ടായിരുന്നു. ഞങ്ങൾ 2 BAക്ക്. പിന്നെ നമ്മുടെ PI ചെറിയ RTO ആയിട്ട് റിട്ടയർ ആയില്ലേ, അയാളും പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു കോയാക്കയായി അയാളും. ഞങ്ങൾ അപ്പം അവർ 2 പ്രതികരിക്കും. ഞങ്ങൾ 4 പേരും കൂടി പോയതായിരുന്നു. സീറ്റ് കിട്ടുമോന്നുള്ള ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര സ്വീകരണമാണ് കിട്ടിയത്. അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ദ്വീപിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമൊക്കെ. അപ്പോൾ പോയ അന്ന് തന്നെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഹോസ്റ്റലിൽ താമസം തുടങ്ങി. പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പം ബ്രണ്ണൻ കോളേജ് ഭയങ്കര അന്ന് ഒരു എന്താണ് പറയണ്ടേ, സമരവും തട്ടിക്കുത്തും വരെ നടക്കുന്ന ഒരു കോളേജാണ് അന്ന്. മറ്റേ ഈ പിണറായി വിജയനൊക്കെ ഏതാണ്ട് ആ കാലത്താണെന്ന് തോന്നുന്നു. AK ബാലൻ. അപ്പം ഞാനവിടെ BAക്ക് പഠിക്കുമ്പോഴാണ് അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ പോയപ്പോൾ എന്തുകൊണ്ട് സമരം KSUക്കാരുടെ വക സമരം എന്ന് പറഞ്ഞു. SFIക്കാർ എതിർക്കുന്നു, 2 കൂട്ടരും തല്ലുകൂടുന്നു. നമ്മളൊക്കെ ഇത് കണ്ട് വാസ്തവത്തിൽ പേടിച്ച് അപ്പുറത്തിങ്ങനെ ക്ലാസ് റൂമിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന പോലെ ക്ലാസിന്റെ വരാന്തയിൽ ഇന്നതൊക്കെ നോക്കിക്കാണാം. ആ സമയത്താണ് ഒരിക്കൽ അവിടെ ഒരു പുതിയ ഓഡിറ്റോറിയം ബിൽഡ് ചെയ്ത് അതിന്റെ ഉദ്ഘാടനത്തിന്
അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് ഖാൻ. അന്ന് CH മുസ്ലിം ലീഗ് CPM-ന്റെ കൂടെയായിരുന്നു, ഇടതുപക്ഷത്തായിരുന്നു. അന്ന് മറ്റേ CH മുഹമ്മദ് ഖാൻ ഉദ്ഘാടന വേളയിൽ KSUക്കാരൊക്കെ ഭയങ്കര ബഹളം വെച്ച് കൂക്കി ഇതാക്കി എല്ലാം ആകുമ്പോൾ CH പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, ആഫ്രിക്കയിൽ കാണുന്ന കണ്ടാമൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണല്ലോ ഇവിടുത്തെ കുട്ടികളുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതായപ്പം പിന്നെ പറയും വേണ്ട, KSUക്കാരാകെ ഇളകി മറിഞ്ഞ് കല്ലേറല്ലായി. പിന്നെ അവസാനം ഒന്നും സംഭവിക്കാണ്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അതാണൊരു അനുഭവം. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയാം. അത് യാത്രയുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ഇതാണ്. ലക്ഷദ്വീപിലെ ഓടത്തിലുള്ള ഒരു യാത്ര. 8ാം ക്ലാസ് പഠിക്കുന്നവരെ ഞാൻ നാട് വിട്ടിട്ടില്ല. ഇവിടെ ചെറിയദ്വീപിലേക്കോ പെട്ടിയിലേക്കോ പോയതൊക്കെ അല്ലാണ്ട് കൽപ്പേനി വിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ വെക്കേഷനിൽ എൻ്റെ വല്യമ്മയും വല്യപ്പയും, വല്യമ്മയുടെ എന്തോ ഒരു നേർച്ച സുഹൈൽ വീടാനുള്ള ഒരു നേർച്ച വീടാൻ വേണ്ടി ഞങ്ങൾ കവർത്തിക്ക് പോയി. അപ്പോൾ അവരെന്നെയും കൂട്ടി കൊണ്ടുപോയി. അന്നുണ്ടായിരുന്നത് ലക്കഡീസ് ലോഞ്ചിലായിരുന്നു യാത്ര. കവർത്തിൽ പോയി ഇറങ്ങി ഞങ്ങളവിടെ വല്യപ്പയുടെ ഒരു പരിചയക്കാരുടെ വീട്ടിൽ അവിടെ താമസം തുടങ്ങി. ഏതാണ്ട് ഒരു മാസത്തോളമായി സുഹൈലിക്ക് പോകാൻ വാഹനമൊന്നും കിട്ടിയില്ല. അവസാനം പിന്നെ സുഹൈലിക്കുള്ള നേർച്ച മരക്കാട് പള്ളിയിൽ വീടാം എന്ന് പറഞ്ഞിട്ട് മരക്കാട് പള്ളിയിൽ ആ നേർച്ചയും വീണിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി പണിക്കുമ്പോഴും വാഹനമൊന്നുമില്ല, ലക്കഡീസ് ലോഞ്ച് വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആ കത്തിലുള്ള കുറേ കാർക്ക് കൊടുത്ത പുതിയ ഫിഷറീസ് ബോട്ടുകൾ അവർക്ക് ഇത് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നതാണ് കവളത്തിലേക്ക്. ആ ബോട്ട് അവരുടെ നിർദ്ദേശം കൊടുത്തു. ആന്ധ്രത്തിൽ കപ്പൽ വന്നു, ഓയിൽ ഡീസൽ ഇറക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്, ബോട്ടുകാർക്ക് പോയി അതെടുത്തുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ ഒരു ബോട്ടിൽ പപ്പാക്ക് പരിചയമുള്ള ആ ബോട്ടിൽ കയറി ഞങ്ങൾ ആന്ധ്രത്തേക്ക് പോയി. രാവിലെ കവരത്തിന്ന് പുറപ്പെട്ടു. വൈകുന്നേരം വെയിലത്ത് മറയൊന്നുമില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. ഒരു വെള്ളം കുടിച്ചാൽ അത് ഒരു തുള്ളി കുടിച്ചാൽ 2 തുള്ളി ഛർദ്ദിക്കും. അങ്ങനെയൊക്കെ അവസ്ഥ. പോയി ആന്ധ്രത്തെത്തുമ്പോഴത്തേക്ക് നേരം അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് അപ്പം പറഞ്ഞ ഇവിടെ ബേളാവരത്ത് വെള്ളവരിപ്പാണ്, ബോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ കിഴക്ക് ഭാഗത്ത് കൊണ്ട് തൽക്കാലം ആങ്കർ ചെയ്ത് വിടാമെന്ന് പറഞ്ഞിട്ട് കിഴക്ക് ഭാഗത്ത് പോകുമ്പോഴത്തേക്കൊണ്ട് കൽപ്പേനിക്ക് അതൊരു ഓടം. അവർ കരയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതാണ്. അവർ ആന്ധ്രത്ത് അടുപ്പിച്ച് എന്തോ ഒരു നേർച്ച വിടാൻ വേണ്ടി അവിടെ വെച്ചാണ്. ഞങ്ങൾ പിന്നെ ഞാനും വല്യമ്മയും വലിയപ്പാപ്പയും ആ ബോർഡത്തിൽ കയറിയിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഓടം പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം സന്ധ്യാവുന്നതിന് തൊട്ട് മുമ്പാണ് നാട് കണ്ടത് തന്നെ. അതിൻ്റെയും പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നാട്ടിലിറങ്ങുന്നത്. ഈ കവരത്തിൽ നിന്ന് കയറിയ മുതൽ നാട്ടിൽ ഇറങ്ങുന്നവരെ പച്ചവെള്ളം കുടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരുന്നു. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയുമായ ഓടത്തിലുള്ള യാത്രയാണ്. ഇതാണ് യാത്രയെപ്പറ്റി പറയാനുള്ളത്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയ വെക്കേഷനിലാണ് എൻ്റെ വല്യപ്പ മരിക്കുന്നത്. പിന്നെ വല്യമ്മ മരിക്കുന്നത് ഞാൻ ബാങ്കിൽ കയറി ജോലി ചെയ്ത് വടകരയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്താണ് വടകരയിൽ വർക്ക് ചെയ്യുമ്പോൾ ഫോണിലൂടെയാണ് വിവരം അറിയുന്നത്. വാർദ്ധക്യസഹജമായ ക്ഷീണമെന്നല്ലാണ്ട് വേറെ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ അടുപ്പമായിരുന്നു. കാരണം പറഞ്ഞു കേട്ടതെന്ന് പറഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ എടുത്ത് കുളിപ്പിച്ചതും എന്നെ പരിപാലിച്ചതും ഒക്കെ എൻ്റെ വല്യമ്മയായിരുന്നു. കാരണം വല്യമ്മക്ക് 2 പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വല്യമ്മയുടെ മൂത്ത മോൾക്ക് കിട്ടിയത് ഞാനൊരു ആൺകുഞ്ഞായിരുന്നു. അങ്ങനെ വല്യമ്മക്ക് വലിയ കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ജീവിതത്തിലുടനീളം കാണുമായിരുന്നു. പിന്നെ ഒരു ഓർമ്മ എനിക്ക് പങ്കുവെക്കാനുണ്ട്. അതായത് ഞാൻ അലിഗറിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. അത് 72-ലാണ്. അന്ന് മറ്റേ സെൻട്രൽ ഗവൺമെന്റ് എന്തോ ഒരു അലിഗർ യൂണിവേഴ്സിറ്റി ബിൽ കൊണ്ടുവരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണല്ലോ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. അവിടെ എന്തോ ഒരു ബിൽ കൊണ്ടുവരുമ്പോൾ അതിലെന്തൊക്കെയോ മുസ്ലിം മൈനോറിറ്റി ക്യാരക്ടറൊക്കെ എടുത്തു കളയാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരിക്കലും ഒരു 100 കുട്ടികളെ, അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളെല്ലാം ഉള്ളതാണ്, ഒരു 100 കുട്ടികളെ സെലക്ട് ചെയ്ത് പാർലമെന്റിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി രാത്രി ബസ്സിൽ പോയത്. 4 ബസ്സും പിടിച്ചിട്ട് പോയി. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വിദ്യാർത്ഥി ജീവിതത്തിൽ പാർലമെന്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ഏക ഒരു വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും. വേറെ ആരും വിദ്യാർത്ഥി ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഈ റേഡിയോ കേൾക്കുന്നതിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ബന്ധപ്പെടുന്നത് രണ്ടാൾക്കാരാണ്. ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ, എൻ്റെ കൂടെ SS വരെ ഒരുമിച്ച് പഠിച്ച കോയമ്മ, ഇപ്പൊ കവരത്തിയിൽ സെറ്റിൽ ആയിട്ടുള്ളത്. അയാൾ ഒക്കെ ആയിട്ട് റിട്ടയർ ആയ ആളാണ്. പിന്നെ കവരത്തിക്കാരനായ PB മുത്തുകോയ മാഷ്. PB മുത്തുകോയ മാഷ് മറ്റേ EO ആയിട്ടൊക്കെ റിട്ടയർ ആയ ആളാണല്ലോ. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്, റേഡിയോയിൽ വിവരങ്ങൾ പറയാറുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടഗാനങ്ങൾ ഈ മറ്റേ പാട്ടുപെട്ടിലെ പാട്ട് ആവശ്യപ്പെടുമ്പോൾ ഡെഡിക്കേഷൻ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോഴും ഉള്ള ഇതാണ്. കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് കൽപ്പേനി ദ്വീപ് സ്വദേശിയും റിട്ടയർഡ് ബാങ്ക് മാനേജറുമായ ശ്രീ AK കോയ പങ്കുവച്ച അനുഭവങ്ങളും ഓർമ്മകളുമാണ്. മറ്റൊരാളുടെ വിശേഷങ്ങൾക്കായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. ഈ പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.